മാളുവിന്റെ ചെക്കനെ കുറിച്ച് അന്വേഷിച്ചോ? അയ്യോ, അവൻ നല്ല കുടിയാ നമ്പ്യാ സാറേ. കുടിയോ? ആ അത് മുത്തശ്ശ നല്ല കുട്ടി. നല്ല കുട്ടിയാണെന്ന് ദാസോട് ഉദ്ദേശിച്ചേ. ചേച്ചി നാട്ടിൽ കേട്ടൊരു കാര്യം പറഞ്ഞതല്ലേ, അതിനെന്തിനാ ഇങ്ങനെ ഒച്ച എടുക്കുന്നേ? മുത്തശ്ശനെ പറ്റി മോശമായിട്ട് പറഞ്ഞാ ഞാൻ കേട്ട് നിക്കണോ? വീട്ടിൽ വരുന്നവരോട് സംസാരിക്കേണ്ട രീതിയാണോ ഇത്? മതി, നീ ട്രേ കൊണ്ട് അകത്തുകൊണ്ട് വെച്ചേ. മാളു, നിന്നോടാ പറഞ്ഞത്. ഡി ചെല്ല്. അവൾക്ക് അച്യുതൻ നമ്പ്യാരോട് വലിയ സ്നേഹമാ ചേച്ചി, അതുകൊണ്ട് പെട്ടെന്ന് ദേഷ്യം വന്നതാ. ചേച്ചി കാര്യമാക്കണ്ട. മറ്റേ കാര്യം പറ, അത് സംസാരിക്കുന്നേ. പറയാം. അതെ, കുമാറിന് ഒരു ആഗ്രഹമുണ്ട്. എന്താ അത്? കല്യാണം അടുത്തെത്തിയില്ലേ, രണ്ടുപേർക്കും തമ്മിൽ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയില്ലല്ലോ. ഒരു ദിവസം മാളുവിനും കൂട്ടി എവിടെയെങ്കിലും പുറത്തു പോകണമെന്ന് കുമാറിനൊരാഗ്രഹം. അത് വേറൊന്നുമില്ലെങ്കിലേ കുറച്ചേരം സംസാരിച്ചു നോക്കിക്ക, അത്രേ ഉള്ളൂ. അതിനെന്താ, പോയിട്ട് വരട്ടെ. കല്യാണത്തിന് മുമ്പ് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കുകയും ചെയ്യാലോ. ഏയ്, അതൊന്നും വേണ്ടാന്നേ. തന്നെയുമല്ല, കല്യാണത്തിന് മുമ്പ് കുട്ടികളെ രണ്ടും ഒറ്റയ്ക്ക് അങ്ങനെ കറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല. അതല്ല, ഈ കാലത്ത് അതൊക്കെ സർവ്വസാധാരണമാണ്. അല്ലാതെ ആയിരിക്കാം മക്കളെ, പക്ഷേ ഞാൻ കുറച്ച് പഴഞ്ചനാ. അല്ല, അത് ദൂരേക്കൊന്നും പോകുന്നില്ല. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും അമ്പലത്തിലോ ബീച്ചിലോ അങ്ങനെ എന്തെങ്കിലും. എന്റെ മക്കളെ, എവിടൊക്കെ ആണെങ്കിലും കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് സമയമുണ്ടല്ലോ. പിന്നെ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാലോ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. അയ്യോ ചേച്ചി, ഇത്ര പെട്ടെന്ന് അങ്ങ് പോവാന്നോ? വീട്ടിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാ ശരി. ഇങ്ങോട്ട് പാടാ. ശരി, എന്നാ ഇറങ്ങാം. കസേര ഇത്തിരി പഴയതാണെങ്കിലും ഭയങ്കര സ്ട്രോങ്. ഇങ്ങോട്ട് വരെ. ഓ, വരുന്നു. ശരി. ആളുണ്ട് അച്ഛനെ ഇത് കഴിഞ്ഞിട്ട് പിടിച്ചൊന്ന് വരട്ടില്ലാമോ? ഇപ്പോഴേ വേണ്ടടാ. ജാനിയ ചേച്ചി. എന്താ സുധേ? അല്ല, അതെ, ഇന്ന് എന്റെ ചേച്ചി ജലജയുടെ വീട്ടിലെ ദാമ്പത്യ ഐശ്വര്യ പൂജ നടക്കുന്നുണ്ട്. ഒരുപാട് പേരൊക്കെ പങ്കെടുക്കുന്ന പൂജയാ. കുമാരനെയും കൂട്ടി ചേച്ചി അങ്ങോട്ട് വരണം. ഞങ്ങളെന്തിനാ ആ പൂജയ്ക്ക് വരുന്നേ? അതല്ല ചേച്ചി, അവിടെ എല്ലാരും ഉണ്ടാവുമല്ലോ. മാളുവും ഉണ്ട്. കുമാറിന് മാളുവിനോട് മിണ്ടുക പറയൊക്കെ ചെയ്യാമല്ലോ. അല്ല, ഈ പൂജ എത്ര മണിക്ക്? അത് വൈകുന്നേരവും മനെ 5:30 തുടങ്ങും. നിങ്ങൾ അതിനു മുമ്പ് അങ്ങ് എത്തിയാ മതി. ഓ, എന്റെ അമ്മയെ, നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഐശ്വര്യം ഉണ്ടെങ്കിൽ ഒരു ഐശ്വര്യ പൂജയിൽ പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല, അല്ലേ? എനിക്കും ആളുകളൊന്ന് കാണുകയും മിണ്ടുകയൊക്കെ ചെയ്യാലോ. ശരി, നോക്കട്ടെ. അങ്ങനെ പറഞ്ഞാ പോരാ, നിങ്ങൾ എല്ലാവരും വരണം. ഞങ്ങൾ പ്രതീക്ഷിക്കും. ആളുടെ അച്ഛനങ്ങ് വെറുതെ വിടാല്ലേ? പാവം. നമ്പ്യാ സാറേ, നമ്മളിപ്പോ തേങ്ങയും ചക്കയും മാങ്ങയൊക്കെ രാമപുരത്തെ സൊസൈറ്റിയിലല്ലേ കൊടുക്കണേ? അതെന്താ? അല്ല, അതേ സാധനം നമ്മൾ സിറ്റിയിലെ ഹോൾസെയിൽ മാർക്കറ്റിൽ കൊടുത്താലേ ഇരട്ടി വില കിട്ടും. അതല്ലേ നമുക്ക് ലാഭം. ദാസപ്പാ, ഓ, ഇവിടുത്തെ സൊസൈറ്റിയിൽ നിന്ന് നമുക്ക് മാന്യമായ വില കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട് സാറേ. ദാസപ്പാ, ഈ സൊസൈറ്റിയെ ആശ്രയിച്ചല്ലേ ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ജീവിച്ചു പോകുന്നത്. നമ്മൾ സാധനങ്ങൾ സിറ്റിയിലേക്ക് കൊണ്ടുപോയാൽ കൂടുതൽ പൈസ കിട്ടും, അത് ശരിയാണ്. പക്ഷേ അതേ സാധനം ഇവിടുത്തെ നാട്ടുകാർ വലിയ വില കൊടുത്താണ് വാങ്ങേണ്ടി വരിക. അതെന്തിനാണ്?
ഓ, നമുക്ക് കിട്ടുന്നത് മതിയടൂ. അതുകൊണ്ട് നമ്മുടെ സാധനങ്ങൾ ഇവിടുത്തെ സൊസൈറ്റി തന്നെ കൊടുത്താൽ മതി. അല്ല നമ്പ്യാർ സാർ ഇതേ പറയുള്ളൂ എന്ന് എനിക്കറിയാം. എന്നാലും ഞാനൊന്ന് ചോദിച്ചതാ. ദാസപ്പ. ഓ ശരി നമ്പ്യാർ സാറേ, ഞാൻ സൊസൈറ്റി തന്നെ കൊടുക്കാം. ആ ആ അതെ ആ? ഇവിടെ വാ. ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? മാളുവിന്റെ ചെക്കനെ കുറിച്ച് അന്വേഷിച്ചോ? അയ്യോ അവൻ നല്ല കുടിയാ നമ്പ്യാർ സാറേ. കുടിയോ? ആ ഏ, അത് മുത്തശ്ശ നല്ല കുട്ടി. നല്ല കുട്ടിയാണെന്നാ ദാസപ്പേട്ട ഉദ്ദേശിച്ചേ. അല്ല ദാസപ്പേട്ട. അതെ നല്ല കുട്ടിയാ. നിങ്ങൾ അവനെ നേരിൽ കണ്ടോ? ഞങ്ങള് അത് മുത്തശ്ശ ഞങ്ങളാളെ നേരെ കണ്ടില്ല. പക്ഷെ ഒരുപാട് പേരോട് അന്വേഷിച്ചവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞേ. ഇത്രയും നല്ലൊരു പയ്യൻ വേറെ ഇല്ലെന്ന് എല്ലാവരും പറഞ്ഞേ. അങ്ങനെ നാട്ടുകാരോട് മാത്രം ചോദിച്ചിട്ട് കാര്യമില്ല. നീ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കണം. അവന്റെ വീട്ടിൽ പോണം. ദേ, ഒന്നിനും ഒട്ടും സമയമില്ല. എല്ലാം പെട്ടെന്ന് വേണം, മനസ്സിലായോ? ഓ മുത്തശ്ശ. ഇങ്ങോട്ട് വന്നേ. കരിക്കുകുമാറിനെ ബാറി വെച്ച് കണ്ടതാരും മുത്തശ്ശന്റെ ചെവിയിലെങ്ങനെ എത്തിയ അത് താനായിരിക്കും പറഞ്ഞതെന്ന് എനിക്കറിയാം. അങ്ങനെ എങ്ങാനും സംഭവിച്ച പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് തനിക്കറിയാലോ. അറിയാം. ഓർമ്മയുണ്ടായാ മതി. ആ ഈ ആദിക്കുഞ്ഞ് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മോളെ ആരെയും നോക്കുന്നേ? വീട്ടിൽ നിന്ന് എല്ലാവരും ഇന്നിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അതാ നോക്കിയത്. ഒരു വീട്ടിൽ നിന്ന് എല്ലാരും കൂടി ഇറങ്ങുമ്പോ എന്തെങ്കിലുമൊക്കെ താമസം ഉണ്ടാവും. മോള് വിഷമിക്കണ്ട, അവരിങ്ങ് വന്നോളും. അല്ല, പൂജാമുറിയിൽ നിലവിളക്ക് ഇതുവരെ കത്തിച്ചില്ലേ? ഇല്ല. അതെന്താ? എന്നോടാരും കത്തിക്കാൻ പറഞ്ഞില്ലല്ലോ. ഇതൊക്കെ ഇനി ഓരോന്നായിട്ട് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരണോ? പുതിയ വീടാകുമ്പോ ഇവിടുത്തെ രീതികളൊന്നും മോൾക്ക് പെട്ടെന്ന് അറിയണമെന്നൊന്നുമില്ല. ഇനി അങ്ങോട്ട് ഈ വീടിന്റെ നിലവിളക്കാവേണ്ടവളാ നീ.